കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോട്ടയം സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയുടെ ഒരു ഭാഗമായി ഈ മാസത്തിൽ എനിക്കും തിരുവചനം നിങ്ങളോട് ഒന്നിച്ച് പഠിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു അവസരം നൽകി തന്ന, സംജാതമാക്കിയ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഒപ്പം സ്വനസഭയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ എനിക്ക് ഈ പീപ്പിൾ ലിസ്റ്റിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മുഖങ്ങൾ ഒന്ന് രണ്ട് പേരുടെ ഉള്ളതാനും പലയിടങ്ങളിൽ പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണിത്. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിലേക്ക് വന്നെത്തിയിരിക്കുക. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിയാനായിട്ട്. വീണ്ടും 2025 എന്ന് പറയുന്ന ഈ വർഷം കൂടെ അവസാനിക്കാനായിട്ട് ഇനി കേവലം ഒരു മാസം കൂടെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞൊരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വേഗത്തിൽ കടന്നുപോയി. അനേക സുഖദുഃഖ സമ്മിശ്രമായിരുന്ന ഒരു നാളുകളായിരുന്നു കടന്നുപോയത്. അവിടെയൊക്കെ കർത്താവിൻ്റെ പരിപാലനം നമ്മോട് കൂടി ഉണ്ടായിരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മാസത്തെ എല്ലാ തിങ്കളാഴ്ചകളിലുമുള്ള ഈ തിരുവചന പഠന ക്ലാസ്സുകൾക്കായിട്ട് എന്നിൽ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവപ്രസാദമുള്ള ജീവിതം എന്നതാണ്. ഈ വിഷയം വളരെ ഭയത്തോടുകൂടെയും വളരെ ചിന്തയോടുകൂടെയുമാണ് ഈ വിഷയമായിട്ട് നിങ്ങളോടൊന്നിച്ചായിരിക്കുന്നത്. എനിക്ക് കാണാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരൊക്കെ എന്നെക്കാളും വളരെ പ്രായമൂത്തവരാണ്. ഞാൻ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെയൊക്കെ വലുപ്പച്ചനായിരിക്കാൻ അല്ലെങ്കിൽ അത്രയും പ്രായവ്യത്യാസമുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം, ദൈവപ്രസാദമുള്ള ജീവിതം, ഈ വിഷയമൊക്കെ എടുക്കാൻ യോഗ്യനാണോ എന്ന്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഈ വിഷയം എടുക്കുവാൻ ഞാൻ വളരെ യോഗ്യനായതുകൊണ്ടല്ല, എന്നാൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ വസ്തുതകൾ അനുസരിക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തുവാൻ അല്ലെങ്കിൽ അതിനുള്ളൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ വിഷയം എന്ന് അറിഞ്ഞപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഇങ്ങനെ ഒന്നിച്ച് നാം കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദൈവപ്രസാദമുള്ള ജീവിതം എന്നതാണ്. ഒരുപക്ഷെ ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ പിശാച് നമ്മുടെ ചെവികളിൽ മന്ത്രിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇതൊന്നും നടപടിയുള്ളൊരു കാര്യം അല്ല എന്നതാണ്. അങ്ങനെയാണല്ലോ പൊതുവെ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവദാസന്മാർ വെളിപ്പെടുത്തി നൽകുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളോ നടപടിയുള്ള കാര്യമോ അല്ല എന്നതാണ്. ശരിക്കും തീർച്ചയായിട്ടും ഇതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ വിഷയമൊന്നല്ല, ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ അസാധ്യമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ നാളുകളിലേക്ക് വരുമ്പോൾ. കഴിഞ്ഞൊരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ തീരുമാനങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. ഈ വർഷം പൂർത്തീകരിക്കും, അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ ഇങ്ങനെ എടുത്തു, ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയും, ചില കാര്യങ്ങളൊക്കെ ഞാൻ ആരംഭിക്കും, അത് ഞാൻ പൂർത്തീകരിക്കും എന്നൊക്കെ തീരുമാനങ്ങൾ എടുത്തവരായിരിക്കാം. എന്നാൽ ഈ വർഷാന്ത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയരെ, നമ്മോട് തന്നെ ഇങ്ങനെ ചോദിക്കുക, ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ എത്രമാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്? അപ്പം ചിന്തിച്ചേക്കാം, അയ്യോ ഇതെന്നെ കൊണ്ട് നടക്കുകയില്ല, ഒരു പരാജയം എന്ന നിലയിലാണ് പലപ്പോഴും നാം കൊണ്ടെത്തിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഇത് പിശാചിന്റെ തന്ത്രമാണ്. എന്നെ കൊണ്ട് ഇത് സാധിക്കുക, അല്ലെങ്കിൽ നമുക്കിത് സാധ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മളെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. ഇങ്ങനെയൊക്കെയല്ലേ കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിരുന്നത്. അപ്പൊ തുടർന്നുള്ള നാളുകളിലും ഇങ്ങനെ തന്നെ പോയാൽ മതി, എന്താ കുഴപ്പമെന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ കാര്യം പറയുന്നത് എന്നോടുകൂടെ ചേർത്താണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഇതിന് ആമുഖമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ബാബേൽ പ്രവാസം കഴിഞ്ഞ് യഹൂദ ജനം യെരുശലേമിലേക്ക് മടങ്ങി വന്നത് ഏകദേശം 536 കാലഘട്ടങ്ങളിലാണ്. BC 536 കടന്നു വരുന്നത്. എന്നാൽ നെഹമ്യാവ് വരുന്നത്, നെഹമ്യാവ് യെരുശലേമിലേക്ക് പേർഷ്യയിൽ നിന്നും മതിൽ പണിക്കായിട്ട് കടന്നു വരുന്നത് 444 BC-യിലാണ്. കുറഞ്ഞ പക്ഷം ഒരു 100 വർഷത്തോളം വ്യത്യാസം
ഈ രണ്ട് വരവുകൾ തമ്മിലുണ്ട്. എന്ന് വെച്ചാൽ യെരുശലേമിലേക്ക് പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നത് 536 നെഹമ്യാവ് മതിൽ പണിക്ക് വേണ്ടി വന്നത് 444 BC 100 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഈ 100 വർഷമായിട്ടും ആളുകളൊക്കെ ചിന്തിച്ചു വെച്ചിരുന്നൊരു കാര്യമുണ്ട്, ഇത്രയും നാളും നമുക്കൊരു മതിലിന്റെ ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ മതില് വേണ്ട. ശരിയാണ്, ഹനാനിയും സഹോദരന്മാരും ഒക്കെ നെഹമ്യാവിന്റെ അടുക്ക് വന്നിട്ട് പറയുന്നുണ്ട് മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണെന്നുള്ളൊരു ദുഃഖവാർത്ത അറിയിക്കുന്നുണ്ടെങ്കിലും ഇനി അത് പണിയുക എന്നത് അസാധ്യമെന്ന് ചിന്തിച്ചു വെച്ചു. ഇതാണ് പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ വ്യക്തി ജീവിതം, ഇങ്ങനെയായിരുന്നു കുടുംബജീവിതങ്ങൾ, ഇങ്ങനെയായിരുന്നു സഭാജീവിതം, ഇങ്ങനെയായിരുന്നു. ഇനി അതൊന്ന് വ്യത്യാസപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇത് ആര് കൊണ്ടുവരുന്നതെന്നറിയാമോ? ഇത് പിശാചിന്റെ തോന്നിപ്പിക്കലാണ്. എന്നാൽ നമുക്കറിയാം നെഹമ്യാവ് കടന്നു വന്ന് ആ മതിൽ പണി ആരംഭിച്ചു. അസാധ്യമെന്ന് അപ്പൊ ജനങ്ങളൊക്കെ പറഞ്ഞു, ആളുകളൊക്കെ പറഞ്ഞു, ഇത്രയും നാൾ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഈ നെഹമ്യാവ് വന്നതോടുകൂടി ആ കുഴപ്പം തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്, ഈ മതിൽ പണിയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെയാണ് പലപ്പോഴും പല ആത്മീയ കാര്യങ്ങളോടുള്ള അനേക വിശ്വാസികളുടെ ഒരു മനോഭാവം അങ്ങനെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സഭയിൽ യോഗമുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, സഭായോഗങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾക്കൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട്, ഇത്രയൊക്കെ മതി, ഇതിനപ്പുറത്തേക്ക് ഒരു ആത്മീയതയൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രിയരെ, ഇന്ന് രാത്രി സമയം ദൈവവചനത്തിന്റെ മുമ്പിൽ ദൈവഭയത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ നാം എടുത്തിരിക്കുന്ന ഈ വിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരാളെക്കുറിച്ച്, നമുക്ക് വളരെ സ്നേഹമുള്ള ഒരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ഇപ്പോൾ ആരെങ്കിലും ഒരു സഹോദരൻ പറയും ഇന്ന ആളെക്കുറിച്ച് ഒന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സ്നേഹമുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലൊക്കെ ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കാണുമ്പോഴും ഒക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന ആളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരും. എന്നിട്ട് പറയും എനിക്കറിയാവുന്ന ആളാ എന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. കാരണം എന്താ? നമുക്കിഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നേരെ തിരിച്ചു ചിന്തിച്ചേ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് ഒട്ടും താല്പര്യമില്ല, ഇന്ന ആളെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ ഈ ആളെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പക്ഷെ ചിരിച്ചിരിക്കുന്ന മുഖത്ത് ആ ചിരി ചിലപ്പം മാഞ്ഞു എന്ന് വന്നേക്കാം, ചിരി മാറി മറ്റു മുഖഭാവങ്ങളൊക്കെ വന്നു എന്നും വന്നേക്കാം. ഞാൻ പറയട്ടെ, ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചേ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാം എന്ന് പറയുന്നത് ദൈവത്തിന് എന്താണ്? ദൈവത്തിന് സന്തോഷം നൽകുന്ന, ദൈവത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞ് വളരെ ലളിതമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറയാം, ദൈവത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുവാൻ, ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ കഴിയുക എന്നതാണ് അല്ലേ തീർച്ചയായിട്ടും ദൈവപ്രസാദമുള്ളൊരു ജീവിതം. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന് പുഞ്ചിരി നൽകുവാൻ കഴിയുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയുക. നമുക്കൊരു വാക്യം വായിച്ച് ഈ പഠനം നമുക്കൊരു ആരംഭം കുറിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് ഒന്നിച്ച് വായിക്കാം. എബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 and verse 5. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ നീണ്ട പട്ടിക തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. വിശ്വാസത്താൽ ഓരോരുത്തർ ചെയ്ത കാര്യങ്ങൾ. ആ ലിസ്റ്റിൽ ആദ്യത്തെ കൂട്ടരിൽപ്പെട്ട ഒരാളാണ് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്. ഇങ്ങനെ വായിക്കട്ടെ: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാനോക്കിന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം നൽകുകയാണ്. ഹാനോക്ക് പറഞ്ഞ സാക്ഷ്യം എന്നല്ല പറഞ്ഞത്, ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുൻപേ ഹാനോക്കിന് ലഭിച്ച ഒരു സാക്ഷ്യം. എന്താണ് ആ സാക്ഷ്യം? എന്തായിരിക്കും? പൊതുവെ നാം ആയിരുന്നുവെങ്കിൽ ഹാനോക്കിനെ കുറിച്ച് ചിലത് പറയാൻ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹാനോക്ക് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തി. വേറെ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും പഴയ നിയമം പറയുന്നത് നമുക്കറിയാം, ദൈവത്തോടു കൂടെ നടന്നയാളാണ്. എത്ര വർഷമാണ് നടന്നത്? 1-2 വർഷങ്ങളാണോ? 300 വർഷക്കാലം ദൈവത്തോടു കൂടെ നടന്നു, ഒരു വിശുദ്ധ ജീവിതം നയിച്ചു.
ആ കാലഘട്ടത്തിൽ ദൈവത്തെ മറന്ന് ജീവിച്ചവരുടെ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ, ഹാനോക്കിനെ കുറിച്ച് നാം പൊതുവെ തിരുവചനത്തിലും നാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തോടുകൂടെ നടന്നു. ദൈവം ഹാനോക്കിനോടുകൂടെ നടന്നു എന്നല്ല പറയുന്നത്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് അല്ലേ? ദൈവത്തോടുകൂടെ നടക്കുക, ദൈവം കൂടെ നടക്കുക. നമ്മുടെയൊക്കെ ആഗ്രഹം പൊതുവെ എന്താണ്? ദൈവം എന്നോട് കൂടെ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമ വിശ്വാസികളായിരിക്കും നമ്മെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും നാം കേൾക്കാറുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞങ്ങൾ ഇന്ന വഴിക്ക് പോകുന്നു, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഇന്നിടത്തായിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നതല്ലേ ഉത്തരം. കാരണം നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് us, ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവമേ, അങ്ങ് എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിട്ടില്ല. കാരണം എന്താണ്? ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എത്രയോ നല്ലതാണ്. ഞാൻ മടങ്ങി വരട്ടെ. എന്നാൽ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞത് ദൈവം ഹാനോക്കിനോടുകൂടെ ഇരുന്നു എന്നല്ല, ഹാനോക്ക് ദൈവത്തോടു കൂടെ ഇരുന്നു എന്നതാ. ഇതാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, ദൈവം നമ്മോട് കൂടെയുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനോട് കൂടെ ആരുണ്ട്? ദൈവം കൂടെയുണ്ട്. എന്നാൽ തിരിച്ചൊരു ചോദ്യം ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തോടു കൂടെയാണോ നാം ആയിരിക്കുന്നത്? ദൈവം നമ്മോട് കൂടെയുണ്ട്, ബട്ട് ആം ഐ വിത്ത് ഗോഡ്? ഞാൻ ദൈവത്തോടു കൂടെയാണോ നടക്കുന്നത്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഹാനോക്കിനെ കുറിച്ച് പറയുക, ആ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, 300 വർഷം നടന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എബ്രായ ലേഖനം 11 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ശരിയാണ്, എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാക്ഷ്യം പ്രാപിച്ചു, ഒരു സാക്ഷ്യം ദൈവം നൽകുകയാണ്. ആ സാക്ഷ്യത്തിൽ പറയുന്നില്ല ഹാനോക്ക് ഒരു വിശുദ്ധ ജീവിതം നയിച്ചു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇതൊന്നും ഇവിടെ പറയുന്നില്ല. ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി പ്ലീസ്ഡ് ഗോഡ്, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയുമ്പോൾ പല കാര്യങ്ങൾ, അല്ലെ ഒരുപക്ഷെ മിനിസ്ട്രിയുടെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പറയാം, ഒരു സാക്ഷ്യവാചകമായിട്ട് പറയുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്കൊരു പക്ഷെ പറയാനുണ്ടായിരിക്കാം. ഇന്ന സ്ഥലത്തൊക്കെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ശുശ്രൂഷകളൊക്കെ ഏർപ്പെടുന്നുണ്ട്, ഞാൻ സഭയിലെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം നോക്കുന്നത് എന്താണെന്നറിയാമോ? ഇതെല്ലാം നല്ല കാര്യങ്ങളാകട്ടോ. ദൈവത്തിനു വേണ്ടി ശുശ്രൂഷിക്കുക, സഭയിൽ ശുശ്രൂഷിക്കുക, വിശ്വസ്തമായ ഒരു കുടുംബജീവിതം നയിക്കുക, ഭാര്യയോടും ഭർത്താവിനോടുമുള്ള ബന്ധത്തിൽ അന്യോന്യം വിശ്വസ്തത പുലർത്തുക, മക്കളോടുള്ള ബന്ധത്തിൽ നല്ല വിശ്വസ്തരായിട്ടിരിക്കുക, അങ്ങനെ അനുസരണമുള്ളൊരു ജീവിതം നയിക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക, സഭായോഗങ്ങൾക്ക് കടന്നു പോകുക, ഇതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവം പറയുന്നൊരു കാര്യം, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് ദൈവം നോക്കുന്നത് എന്താണ്? വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ? എന്നാൽ ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള നമ്മുടെ ഇന്റൻഷൻ എന്താണ്? നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? അതാണ് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, 300 വർഷം നടന്നു, ഒരു നല്ല ജീവിതം നയിച്ചു, വിശുദ്ധ ജീവിതം നയിച്ചു, ദൈവഭയമുള്ള ജീവിതം നയിച്ചു, എല്ലാം ശരിയാണ്. എന്നാൽ ദൈവം നോക്കിയത് ഹാനോക്കിന്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, ഹി പ്ലീസ്ഡ് ഗോഡ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഇതല്ല ഈ നടപ്പ് മുഴുവൻ നടന്നത്. എന്തിനാ? ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരുന്നു. പ്രിയരെ, നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. നാം എന്തിനാ യോഗത്തിന് കടന്നു വരുന്നത്? ഞാൻ എന്തിനാ പ്രസംഗിക്കുന്നത്? ഞാൻ എന്തിനാ ക്ലാസ് എടുക്കുന്നത്? ഞാൻ എന്തിനാണ് പാട്ടുപാടുന്നത്? ഞാൻ എന്തിനാ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഒരു കുടുംബജീവിതം നയിക്കുന്നത്? എൻ്റെ സഭാജീവിതം നയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഓരോ കാര്യമെടുത്ത ലക്ഷ്യം ഒന്നാണ്. എന്താ ലക്ഷ്യം? എന്തായിരിക്കണം ലക്ഷ്യം? എൻ്റെ ദൈവത്തിനും പ്രസാദകരമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വേഗത്തിൽ കടന്നു വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം
അതിൻ്റെ 9 വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 Corinthians chapter 5 and verse 9. 9 വാക്യം പൗലോസ് പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം എന്താണ്? ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? അവർ എയിം ഈസ് ടു പ്ലീസ് ഗോഡ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ മലയാളത്തിൽ അഭിമാനിക്കുന്നു എന്നാണെങ്കിലും അവർ അംബീഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഒന്നേ ഉള്ളൂ, എന്താണ്? ദൈവത്തെ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിലാകുന്നു. അതിന്റെ കാരണമൊക്കെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. കാരണം കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു നാളുണ്ട്. ഇതേ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 11 വാക്യത്തിൽ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 11:1 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിപ്പിൻ, നിങ്ങളും എന്നെ അനുകരിപ്പിൻ. എന്താ കാരണം? പൗലോസ് പറയുന്നത് എന്നെ നിങ്ങൾ അങ്ങ് അനുകരിച്ചോളൂ എന്നല്ല. കാരണം പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് കൊണ്ട്, ഞങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട്, അനുകരിക്കുന്നത് കൊണ്ട് നിങ്ങളും ഞങ്ങളെ കണ്ടുപഠിപ്പിൻ. അത് വളരെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പഴയ നിയമത്തിൽ അനേക ഭക്തന്മാരുടെ ജീവിതം നാം കാണുന്നുണ്ടല്ലേ. എന്നാൽ ഏതെങ്കിലും ഒരു ഭക്തൻ പഴയ നിയമത്തിൽ പറയുന്നുണ്ടോ, എന്നെ അനുഗമിച്ചുകൊള്ളൂ, എന്നെ അനുകരിപ്പിൻ, ഫോളോ അസ്, ഫോളോ മീ എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പൗലോസും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിന്തിച്ചേക്കാം, അപ്പോൾ പൗലോസും കർത്താവിനെ പോലെ അല്ലല്ല. നമുക്കറിയാം നമ്മുടെ കർത്താവ് ദൈവമാണ്, ദൈവ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ്. എന്നാൽ പൗലോസ് കേവലം ഒരു മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ, പൗലോസ് എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇത് നടപടിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോണം, പൗലോസ് നമുക്കൊരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി. പൗലോസ് നമുക്കൊരു ഉദാഹരണമായിട്ടിരിക്കുകയാണ്. എന്നാൽ ആരാ നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത്? മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ്. നാം ആരെ നോക്കിയാ ജീവിക്കേണ്ടത്? യേശുക്രിസ്തുവിനെ നോക്കിയാ. ഇനി യേശുക്രിസ്തുവിനെ നോക്കി ജീവിച്ച ഒരു വ്യക്തിയുടെ ഉദാഹരണം എന്തിയേ? അതാണ് പൗലോസ്. എന്നെ അനുകരിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞതിലൂടെ അതാ ലക്ഷ്യമാക്കുന്നത്. ആരാ ആത്യന്തികമായി മാതൃക? യേശുക്രിസ്തു തന്നെയാണ്. ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ, ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുവിശേഷൻ, ഒരു ദൈവദാസൻ, അതൊക്കെ ഞാൻ വളരെ മാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങൾ അനേക ആത്മീയ വിഷയങ്ങളൊക്കെ അല്ലാത്ത ഒഴിവ് സമയങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ വചന ശുശ്രൂഷയ്ക്ക് എന്നെ ഏൽപ്പിക്കും. അപ്പോൾ ചില സഭകളിലൊക്കെ അപ്പോൾ ഞാൻ പഴയ നിയമത്തിൽ നിന്നുമൊക്കെ പ്രസംഗിച്ച് അദ്ദേഹം കൂടുതലും കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച് ഞാൻ പഴയ നിയമത്തിൽ മാത്രമേ പ്രസംഗിക്കാറുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, പഴയ നിയമം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല. എന്തോ അദ്ദേഹത്തിന്റെ തെറ്റായ ചിന്താഗതിയായിരുന്നു, അത് തിരുത്തുവാൻ കുറച്ച് ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, പഴയ നിയമത്തിൽ പ്രസംഗിക്കണ്ട. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്ന ഉദ്ദേശം എന്ന് പറയുന്നത് പഴയ നിയമമല്ല, പുതിയ നിയമം മതി, യേശുക്രിസ്തുവിനെ കുറിച്ച് മതി എന്നതായിരുന്നു. ശരിയായിട്ടോ. ആ കാര്യത്തിൽ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവാണ് നമ്മുടെ ആത്യന്തിക മാതൃക. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിന്റെ വചനമായി നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുമ്പോൾ ആ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഞാൻ അങ്ങനെ പറയുമെന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമം ആവശ്യമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പഴയ നിയമവും പുതിയ നിയമവും ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാണ്. എന്ത്? എല്ലാ തിരുവെഴുത്തിനും. അപ്പൊ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിനായി ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകുവൻ, ടു ബി മെച്യൂർ, അവൻ പക്വതയുള്ളവനായി തീരുവാൻ തിരുവചനം നമുക്ക് നൽകിയിരിക്കുക. ഇനി ചിലരെങ്കിലും ചിന്തിക്കുക, യേശുക്രിസ്തു ആണല്ലോ നമ്മുടെ ആത്യന്തികമായ മാതൃക. അപ്പോൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ?
യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃക. ഇനി ഒന്ന് ചേർത്ത് ചിന്തിച്ചേ, കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, ഈ ഭൂവിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താ? ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന് കാണുമല്ലോ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് കടന്നു വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പിതാവാൻ ദൈവം ഇങ്ങനെ പുത്രനെ നോക്കി സാക്ഷ്യം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ നോക്കി പറഞ്ഞ കാര്യമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ആത്യന്തികമായ മാതൃകയായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം എന്താണ്? ഐ ആം പ്ലീസ്ഡ് വിത്ത് ഹിസ് ലൈഫ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്താൽ ദൈവം ആ ജീവിതത്തിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ കൂടിയിരിക്കുന്ന സഹോദരന്മാരോട് ഞാനിങ്ങനെ പറയട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കർത്താവ് നിർവഹിച്ച കാര്യം ചെയ്യുവാനാണ്. യേശുക്രിസ്തു എത്ര പ്രസംഗം ഈ സമയത്ത് എന്ന് വെച്ചാൽ ആ സ്നാനത്തിങ്കൽ യേശുക്രിസ്തു എത്ര പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്? ഒരു പ്രസംഗവും പ്രസംഗിച്ചിട്ടില്ല. എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്? ഒരത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് ഈ സ്നാനമേൽക്കുകയാണ്. അപ്പോൾ ഈ പരസ്യമായുള്ള ശുശ്രൂഷകളൊന്നും അറിഞ്ഞുകൂടാ. 12-ാമത്തെ വയസ്സിന് ശേഷം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭവന സന്ദർശനത്തിനായിട്ട് കടന്നു പോയപ്പോൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരാളാണ്. അദ്ദേഹം എവിടുന്നൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു തുടങ്ങി. വളരെ പ്രശ്നമുള്ളൊരു സ്ഥലമായിരുന്നു. എങ്കിലും അദ്ദേഹം വാതിലൊക്കെ തുറന്ന് സന്തോഷമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. യേശുവിനെ, കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ കുഴപ്പിച്ച് കളയാമെന്ന നിലയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, യേശുക്രിസ്തുവിന്റെ 12-ാമത്തെ വയസ്സിന് ശേഷം 30 വരെയുള്ള വയസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെ അതുകൊണ്ട് അതെന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഒരു കുഴപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം, എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമായിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ എന്താ ചെയ്തുകൊണ്ട് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുകയായിരുന്നു. കാരണം പിതാവാൻ ദൈവം തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന കാര്യം എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ യേശുക്രിസ്തു എന്താ ചെയ്തതെന്ന് ഒറ്റ വാക്കി ചോദിച്ചാൽ പിതാവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ കൂടിയിരിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. എനിക്കറിയാം, അപ്പോൾ സഹോദരിമാരൊക്കെ മനസ്സിൽ വന്നേക്കാം, ശരിയാ, സഹോദരന്മാർക്ക് ഒത്തിരി ശുശ്രൂഷകളൊക്കെ സഭയിൽ വരുമ്പോൾ ചെയ്യാനുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് അധികം ശുശ്രൂഷകളൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ച് ഞങ്ങൾ കുടുംബത്തിലൊക്കെ ഇരുന്നു കൊള്ളാം, അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികമായിട്ടൊന്നും ചെയ്യാനില്ല, ഞങ്ങളിത് ചെയ്യുന്നതാണെ തന്നെ ആരും കാണാനും പോകുന്നില്ലല്ലോ. എനിക്കിങ്ങനെ പറയട്ടെ, കർത്താവാണ് നമ്മുടെ മാതൃക. കർത്താവിന്റെ രഹസ്യ ജീവിത കാലഘട്ടമാണ് 30 വയസ്സ് വരെ. അതിനുശേഷമാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങിയത്. എങ്ങനെ പറയട്ടെ, അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മറഞ്ഞിരുന്ന കാലത്തും കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിനും പ്രസാദമായത് ചെയ്യുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ ഇങ്ങനെ പറയട്ടെ, ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും രഹസ്യമായിട്ടായിരിക്കാം, ആരും കാണാത്തതായിരിക്കാം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന പല ശുശ്രൂഷകളും ഒരുപക്ഷെ കുടുംബത്തിൽ വളരെ വിശ്വസ്തയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക, മക്കളോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രഹസ്യമായി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം അത് കാണുന്നുണ്ട്. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രഹസ്യ ജീവിതത്തെ കാണുന്ന ഒരു ദൈവം, അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി മടങ്ങി നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മിങ്ങനെ വായിച്ചു. ഹാനോക്കിനെ കുറിച്ച് എന്താ വായിച്ചത്? ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ എപ്പോഴാ പ്രാപിച്ചത്? ഹാനോക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ഒരു സാക്ഷ്യം പ്രാപിച്ചു എന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ?
അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില നാളുകൾക്ക് മുമ്പ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു സഹോദരനാണ്, വളരെ പ്രായമുള്ള. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ചുറ്റും നിന്ന് കുറേ പേര് വന്ന് നല്ല സാക്ഷ്യമൊക്കെ പറയണമെന്നാണ്. നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് ആഗ്രഹം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ എന്താ പറയുക, നല്ല ഓർമ്മകളൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളാണ്. അനേകരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതാണ്, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം കുറേ ആളുകൾ വന്ന് നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ നല്ലത്, ഉള്ളതൊക്കെ പറയുന്നെങ്കിൽ നല്ല കാര്യം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ദൈവം ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? എടുക്കപ്പെടുന്നതിന് മുൻപേ, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപേ ആ സാക്ഷ്യം പ്രാപിക്കേണ്ടത്. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ. അപ്പോൾ എങ്ങനെ ചിന്തിക്കുക, എന്നാ ഇവിടുന്ന് എടുക്കപ്പെടാൻ പോകും? നമുക്കറിഞ്ഞുകൂടാ എന്നാണ് നമ്മുടെ അവസാന ദിവസം. ഇന്ന് രാത്രി കണ്ണുകൾ മുറുക്കി അടച്ചു കഴിഞ്ഞ് ഉണരുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയല്ലേ? അടുത്ത നിമിഷം കർത്താവ് വന്നേക്കാം, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഇങ്ങനെ പറയാം, ഇതാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയം. ഈ മണിക്കൂർ, ഈ സമയമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നറിയാമോ? ദൈവത്തെ ഒരു പാട്ടേ പാടിയുള്ളൂ, ഒരു ലൈനേ പാടിയുള്ളൂ. ഞാൻ ഇങ്ങനെ പറയട്ടെ, കുടുംബ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഒരു പാട്ടേ പാടിയുള്ളൂ. പാടണം, 2-3 പാട്ട് ഞങ്ങൾ പൊതുവെ പാടാറുണ്ട്, അതുകൊണ്ട് പാടുന്നതെന്നല്ല. ഒരു വലിയ പാടിയുള്ളെങ്കിലും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമാകുന്ന ദൈവാവബോധത്തിൽ നിന്നുകൊണ്ട് പാടുവാനായിട്ട് കഴിയണം. ഒത്തിരി ഒന്നും ചെയ്തില്ല, ഒത്തിരി ഒന്നും വായിച്ചില്ല, വായിച്ചത് ഒരു വാക്യമേ ഉള്ളൂ. ആ ഒരു വാക്യം, ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ, ഇത് അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന മനോഭാവത്തോടു കൂടെ വായിക്കുന്നുവെങ്കിൽ അതിലെ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു വാക്ക് ചേർത്ത് ഇങ്ങനെ പറയട്ടെ, ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. മുന്നറിയിപ്പ്, ഈ ഭൂവിൽ നമ്മുടെ ദൈവത്തെ നാം പ്രസാദിപ്പിക്കണമെന്നത്. ഒരു വേദഭാഗം അതിനുള്ള ബന്ധത്തിൽ വേഗത്തിലൊന്ന് വായിക്കാം. എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, പരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. 2-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ ഒന്ന് വേഗത്തിൽ വായിക്കാം. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഈ ഭാഗം നമുക്ക് പരിചിതമാണല്ലോ. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എത്ര പ്രാവശ്യം എല്ലാവരും എന്നുള്ള വാക്ക് ആവർത്തിച്ചു? 5 പ്രാവശ്യത്തോളം പറഞ്ഞു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും സ്നാനമേറ്റു, എല്ലാവരും. എന്നാൽ 5-ാം വാക്യത്തിലേക്ക് കടന്നു വന്നേ. അവിടെ നമ്മ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആ വാക്യം ശ്രദ്ധിച്ചോ? ഒരുപക്ഷെ നിങ്ങൾ മുന്നമേയും ശ്രദ്ധിച്ചിട്ടുള്ളൊരു വാക്യമായിരിക്കാം. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമുക്കിങ്ങനെ പറയാം, നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, നാം എല്ലാവരും പാട്ടുപാടുന്നവരാ, നാം എല്ലാവരും ശുശ്രൂഷകൾ ചെയ്യുന്നവരാ, നാം എല്ലാവരും സഭായോഗത്തിന് കടന്നു വരുന്നവരാ, നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാ, നാം എല്ലാവരും അനേക കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാ. എന്നാൽ ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാ, എന്നാൽ എല്ലാവരിലും ദൈവം പ്രസാദിക്കുന്നില്ല. നമ്മളൊക്കെ യോഗത്തിന് കടന്നു വന്നു, എല്ലാവരും വന്നു കേട്ടോ, എല്ലാവരും വന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, എന്നാൽ എല്ലാവരിലും ദൈവം പ്രസാദിക്കുന്നില്ല. അത് എത്ര വലിയൊരു മുന്നറിയിപ്പാ. നമ്മളൊക്കെ വരും, നമ്മൾ പറയും ഒരു യോഗം, ബ്രദറെ എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? വളരെ അനുഗ്രഹിക്കപ്പെട്ട യോഗമാണെന്നൊക്കെ പറയാറുണ്ട്. എന്താ കാരണം? അതിന് ഒരു കാരണം എന്ന് പറയുന്നത്, നല്ല ആള് കൂടുന്നുണ്ടെങ്കിൽ പറയും നല്ല യോഗമായിരുന്നു എന്ന് പറയും. ഇനി ഒരു മീറ്റിംഗ് നടത്തി, ആളൊന്നുമില്ല, 2-3 പേരേ ഉള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നു സഹോദര യോഗം? ഓ എന്ത് യോഗം, ഒരു സുമാറില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റത്തില്ല. ഈ യോഗത്തിന് കടന്നു വരുന്ന എല്ലാവരും ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധന കഴിക്കണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ ഒരു കാര്യത്തിൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? അത് എൻ്റെ കാര്യത്തിലാണ്.
ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ പോകുമ്പോൾ, ഞാനൊരു യോഗത്തിന് പോകുമ്പോൾ, ഞാനൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാനൊരു പാട്ട് പാടുമ്പോൾ, ഞാനൊരു വചനം ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ വേണ്ടി ഒരു പാട്ടിന്റെ വരികൾ പാടുമ്പോൾ, ഞാൻ ദൈവത്തിന് വേണ്ടി സ്തോത്രം അർപ്പിക്കുമ്പോൾ, ഞാൻ അത് ചെയ്യുമ്പോൾ ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും ദൈവത്തിന് ആയിരിക്കുമെന്നൊരു തീരുമാനം നമുക്കെടുക്കാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാണ് ഇന്ന് വളരെ ആവശ്യമായിരിക്കുന്നത്. ഇതൊരു വലിയ മുന്നറിയിപ്പ് കൂടെയാണ്. നമുക്കൊക്കെ വലിയ ഈ നാളുകളിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഈ ഹാനോക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എബ്രായ ലേഖനം 11 അധ്യായം 5 വാക്യത്തിൽ ഹാനോക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ വെല്ലുവിളിയും കൂടെയാണ്. ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ ലേക്കൊന്ന് മടങ്ങി പോകുമ്പോൾ അവിടത്തേക്കൊന്ന് ചിന്തിക്കും, ഒരു വലിയ വെല്ലുവിളിയാണ് ഹാനോക്ക്. ദൈവത്തെ അവന്റെ ജീവിതം, ഹാനോക്കിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വെല്ലുവിളിയും കൂടെയാണ്. ആ കാലഘട്ടത്തിൽ നമുക്കുള്ള പലതും ഇല്ലായിരുന്നു. ഹാനോക്കിന് ബൈബിൾ ഉണ്ടായിരുന്നോ? ഇല്ല, ബൈബിൾ ഇല്ലായിരുന്നു. ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ സഭയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന് സ്ഥിരവാസമില്ലായിരുന്നു. സഭയില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടെ സഭായോഗങ്ങളില്ല, മൂപ്പന്മാരില്ല, ഉപദേശമാരില്ല, ക്ലാസ്സുകളില്ല, കൺവെൻഷനുകളില്ല, സഭായോഗങ്ങളില്ല, ആരാധന, അപ്പം നുറുക്കും കൂടിവരവുകളില്ല, കൂട്ടായ്മ യോഗങ്ങളില്ല, സാക്ഷ്യയോഗങ്ങളില്ല. ഇതൊന്നും ഇല്ലാതിരിക്കെ തന്നെ ഹാനോക്കിനെ കുറിച്ച് എന്താ നാം വായിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമുക്ക് നോക്കിക്കേ, ഇന്ന് എന്താ ഇല്ലാത്തത്? എല്ലാം ഇന്നുണ്ട്. പലയിടങ്ങളിൽ ഇരുന്ന് നമുക്കൊന്നിച്ച് കൂടുവാനായിട്ട് കഴിയുന്നു. നമുക്കിന്ന് 66 പുസ്തകങ്ങളുടെ തിരുവചനം നമ്മുടെ കരങ്ങളിലുണ്ട്. നമുക്ക് യോഗങ്ങളുണ്ട്, നമുക്ക് മൂപ്പന്മാരുണ്ട്, നേതൃത്വമുണ്ട്, വചനം പഠിപ്പിക്കുന്നവരുണ്ട്, ഉപദേശിമാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, കൺവെൻഷനുകളുണ്ട്, ബൈബിൾ ക്ലാസ്സുകളുണ്ട്, കോൺഫറൻസുകളുണ്ട്. എന്താ ഇല്ലാത്തത്? എന്തെല്ലാം യോഗങ്ങളാണ് നമുക്കുള്ളത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയുന്നത്? ഇതൊന്നുമില്ലാതിരുന്നപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെങ്കിൽ, ഇതെല്ലാം നമുക്കുള്ളപ്പോൾ നാം എത്രയധികമായി ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതാ. നമ്മുടെ ഹൃദയം തകർക്കേണ്ട ഒരു കാര്യമല്ലേ അത്? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ദൈവമേ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമുക്ക് ധാരാളമായി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകളിലൂടെ, നമ്മുടെ കൂടിവരവുകളിലൂടെ ദൈവത്തിന് സുഗ്രാഹ്യമായ പ്രസാദകരമായ ഒരു യോഗം നടത്തുവാൻ, ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് അത് വലിയ പരാജയമായി കണ്ട്, നെഹമ്യാവിനെ പോലെ നമ്മുടെ ഹൃദയം കരഞ്ഞ് പൊട്ടിക്കരയേണ്ട നാളുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു ഹാനോക്ക്. ഇനി 12 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യഭാഗങ്ങളിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 12 അധ്യായം അതിന്റെ 28 വാക്യം. നിങ്ങളൊക്കെ വീഡിയോ ഓഫ് ആണ് എങ്കിലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, വേദഭാഗമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എബ്രായ ലേഖനം 12 അധ്യായം അതിന്റെ 28 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ലേഖനകർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ പോകുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇവിടെ പറയുക, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കാൻ പോകുന്നതുകൊണ്ട് എന്താണ്? നാം സ്വർഗരാജ്യം എന്ന് വെച്ചാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകവും ഈ കാണുന്നതും ഈ ഭൂമിയും എല്ലാം എന്താണ്? ഇളകുന്ന ഒരു ലോകത്താണ് വസിക്കുന്നത്. എല്ലാം ഇളകിപ്പോകും. എന്നാൽ ഇളകാത്ത ഒരു രാജ്യം നാം പ്രാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സേവ ചെയ്യുക, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തെ സേവിക്കണം. എന്തിനു വേണ്ടിയാ? അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ സേവിക്കുക, അവന് പ്രസാദം വരുമാറ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് ഭക്തിയോടും ഭയത്തോടും വിറയലോടും നന്ദിയുള്ള ഹൃദയത്തോടും കൂടെ സേവ ചെയ്യണം. ആ സേവ ചെയ്യുക എന്നത് ദൈവത്തെ ആരാധിക്കുന്നതാകട്ടെ, ശുശ്രൂഷ ചെയ്യുന്നതാകട്ടെ, ദൈവത്തിന് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നതാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയാ ചെയ്യേണ്ടത്? ഭക്തിയോടും ഭയത്തോടും കൂടെ, നന്ദിയുള്ള ഹൃദയത്തോടും കൂടെ വേണം ചെയ്യാൻ.
അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവന് പ്രസാദം വരുമാറ്, ദൈവത്തിന് പ്രസാദം വരുന്ന നിലയിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഇനി ഈ വിഷയത്തിൻ്റെ വളരെ പരമപ്രധാനമായ ഭാഗങ്ങളിലേക്ക് നമുക്കിപ്പോൾ കടന്നു വരാം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിൻ്റെ ആത്യന്തികമായ മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിച്ചു വന്നതാണ്. ഇനി നമുക്ക് ചിന്തിക്കാം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാം. ദൈവം അനുവദിച്ചാൽ വരുന്ന ക്ലാസ്സുകളിലും ഇന്ന് നമുക്ക് ഇനി ബാക്കിയുള്ള ചുരുക്ക സമയങ്ങളും നിന്നുകൊണ്ട് നമുക്കിനി ചിന്തിക്കുവാനും പഠിക്കുവാനും ഒന്നിച്ചു ധ്യാനിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടേണ്ടതിനു വേണ്ടി നാം ചിന്തിക്കാൻ പോകുന്നത്, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയും. അതിന് ചില മാർഗങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരുപക്ഷെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന വിഷയത്തിൻ്റെ ഈ ആമുഖം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പോയാൽ പോരാ, ഈ ഒരവസ്ഥയിൽ തുടർന്നാൽ പോരാ. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഇങ്ങനെ തുടർന്നാൽ പോരാ. അപ്പോൾ എങ്ങനെയായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? എങ്ങനെ അതിന് സാധിക്കും? നമുക്ക് നോക്കാം. എബ്രായ ലേഖനമാണല്ലോ ശ്രദ്ധിച്ചു വരുന്നത്. ആദ്യത്തെ അതിനുള്ള മാർഗം നമുക്കൊക്കെ വളരെ പരിചിതമായിരിക്കുന്ന ആ വാക്യം തന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കാം. 5-ാമത്തെ വാക്യമാണല്ലോ നാം വായിച്ചത്. ഇനി 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഈ വാക്യം ശ്രദ്ധിച്ചോ? ഈ വാക്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നൊരു വാക്യമാണ്. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുക, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഒന്നാമത്തെ മാർഗം വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ചിന്തിക്കാം, എന്ത് വിശ്വാസമാണ് വെക്കേണ്ടത്? എന്ത് വിശ്വാസമാണ് വെക്കേണ്ടത്? ബൈബിളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, വിശ്വാസം എന്നുള്ള വാക്ക്, ഇതൊരു ക്ലാസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾ ആ നിലയിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിശ്വാസം എന്നുള്ള വാക്ക് 4 തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസം എന്നുള്ള വാക്ക് 4 ആശയങ്ങളിലാണ് പുതിയ നിയമത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കി, ഇതിൽ ഏത് വിശ്വാസത്താലാണ് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? 4 കൂട്ടം വിശ്വാസങ്ങളുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷാകരമായ വിശ്വാസം എന്നതാണ്. രക്ഷാകരമായ വിശ്വാസം എന്താണെന്ന് അതിൻ്റെ ആ വാക്യത്തിൽ തന്നെ അതിൻ്റെ ആശയമുണ്ടല്ലോ. ഒരാൾ രക്ഷിക്കപ്പെടുവാൻ കാരണമാകുന്ന വിശ്വാസം. എഫേസ് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷാകരമായ വിശ്വാസമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, സേവിങ് ഫെയ്ത്ത്. രക്ഷാകരമായി ഞാൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസത്താലാ. എന്താ വിശ്വസിച്ചത്? കാൽവറിയിലെ ക്രൂശിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ രക്ഷാകരമായ വിശ്വാസം തീർച്ചയായിട്ടും ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, തീർച്ചയായിട്ടും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം അതല്ലല്ലോ. വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് ആവശ്യമായ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിതല്ല. ഇനി രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 8 മുതലുള്ള വാക്യങ്ങളിൽ 1 കൊരിന്ത്യർ 12:8 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ നൽകിയിട്ടുണ്ട്. ഏതെല്ലാമാണ് കൃപാവരങ്ങൾ? ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൃപാവരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിശ്വാസം. അപ്പോൾ രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് കൃപാവരമായിരിക്കുന്ന വിശ്വാസം. തിരിച്ചും പറയാം, വിശ്വാസം എന്ന കൃപാവരം. അതെന്താണ് എന്ന് ചോദിച്ചാൽ പല നിലകളിൽ വേദപണ്ഡിതന്മാർ അതിനെ ചിന്തിക്കാനുണ്ടെങ്കിലും
ലളിതമായിട്ട് ഇങ്ങനെയൊന്ന് ഞാൻ പറയട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന, മനുഷ്യനാൽ പൊതുവെ ചെയ്യുവാൻ അസാധ്യമായിരിക്കുന്ന അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൃപാവരമെന്ന വിശ്വാസം. കൃപാവരമെന്ന വിശ്വാസം. അത് ഒരു ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, എല്ലാവർക്കും ഉള്ളതല്ലത്. എല്ലാവർക്കും ഉള്ളതല്ല. 1 കൊരിന്ത്യർ 12:9 പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന കൃപാവരം. അതിന്റെ കാരണം എന്തുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറയുന്നത്? അതിന്റെ കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തന് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുത്തന്, വേറൊരുവന് വിശ്വാസം. വേറൊരുവന് വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഒരുത്തന് വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? 10 പേരുള്ള ഒരു കൂട്ടം എടുത്തിട്ട് ഒരാൾക്ക് ഒരു കാര്യം നൽകി, എന്നിട്ട് പറഞ്ഞു ഒരുത്തിന് ഇത് കൊടുത്തിട്ടുണ്ട്, മറ്റൊരുത്തിന് വേറൊന്ന്. അപ്പൊ എല്ലാവർക്കും ഒന്ന് തന്നെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ വിശ്വാസം എല്ലാവർക്കും നൽകിയിട്ടില്ല. ആ കൃപാവരം എല്ലാവർക്കും നൽകിയിട്ടില്ല. ആ വാക്കിൽ തന്നെ അതിന്റെ ആശയം വ്യക്തമാണ്. അപ്പൊ രണ്ടാമത്തേത് വിശ്വാസം എന്ന കൃപാവരം. മൂന്നാമത്തെ വിശ്വാസം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ വിശ്വാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ്. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിൻ്റെ ആശയം ഒന്ന് പറഞ്ഞു പോകാം. യൂദ ഈ ലേഖനം എഴുതുന്നതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയുന്നുണ്ട്, നമുക്ക് പൊതുവിലായി നൽകിയിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യൂദ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമുക്ക് നൽകിയിരിക്കുന്ന, പൊതുവിലായി നൽകിയിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടതിന് വേണ്ടി ഈ ലേഖനം എഴുതുന്നു. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞിരിക്കുക. എന്താ അതിൻ്റെ ആശയം? വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യൂദയുടെ ലേഖനം താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. എന്താണ് യൂദയുടെ ലേഖനത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്? യൂദയുടെ ലേഖനത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള ശക്തമായിരിക്കുന്ന ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഒരധ്യായമുള്ളൂവെങ്കിലും വളരെ ശക്തമായിരിക്കുന്ന കാര്യങ്ങൾ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയും ദുരുപദേശങ്ങൾക്കെതിരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞത് എന്താണ്? അവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശത്തിന് വേണ്ടി പോരാടണം. മറ്റൊരു വാക്യം പറഞ്ഞാൽ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസ പ്രമാണത്തിന് വേണ്ടി. അപ്പം മൂന്നാമത് വിശ്വാസം എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തെ, ഉപദേശത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. നാലാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന ആശ്രയം, അല്ലെങ്കിൽ ദൈവത്തിൽ വയ്ക്കുന്ന വിശ്വാസം, ദൈവത്തിൽ വയ്ക്കുന്ന ആശ്രയം. അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച്, അതിനെന്തെല്ലാം ഉൾപ്പെടാം? അനേക വസ്തുതകൾ ഉൾപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിന്റെ സ്വഭാവത്തെ പൂർണ്ണമായും ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന ആശ്രയത്തെ വിളിക്കുന്നത് വിശ്വാസം എന്നതാണ്. നാം വായിക്കുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ വിശ്വാസ ജീവിതം നാം ഇങ്ങനെ ചോദിക്കുക, ബ്രദറെ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ഉത്തരം എന്താണ്? വിശ്വാസത്താൽ ജീവിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നടത്തും, ദൈവം പുലർത്തും. ഇതാ അപ്പൊ നാലാമത്തെ ആശയം ദൈവാശ്രയം, അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന വിശ്വാസം. അപ്പൊ 4 തരം വിശ്വാസം. 1 രക്ഷാകരമായ വിശ്വാസം, 2 വിശ്വാസം എന്ന കൃപാവരം, 3 ഉപദേശ സത്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം, 4 അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന വിശ്വാസം. അപ്പോൾ ഇനി മടങ്ങി വരാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഇതിലേതാണ് എടുക്കേണ്ടത്? ഇവിടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഏത് വിശ്വാസം ഇവിടെ എടുക്കേണ്ടത്? ഇതിന്റെ ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇങ്ങനെ ചിന്തിക്കണം, അത് അനുദിന ജീവിതത്തിൽ ദൈവത്തിങ്കൽ വയ്ക്കുന്ന വിശ്വാസമാണ്. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം, ദൈവത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം. ഇനി ഇവിടെ ദൈവത്തിന് പ്രസാദകരമാകുന്ന ജീവിതം നയിക്കുവാൻ നൽകിയിരിക്കുന്ന നമുക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസം ആവശ്യമാണല്ലോ. എന്താ വിശ്വസിക്കേണ്ടത്? പ്രത്യേകമായിട്ട് എന്താ വിശ്വസിക്കേണ്ടത്? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല,
എന്നിട്ട് പറയുക, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ വിശ്വസിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വിശ്വസിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് എന്താണ്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. One who comes to God must believe that he is. ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. എന്താ കാര്യം? ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. ശരിയാ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിക്കേ. വിശ്വാസികളല്ലാത്ത എന്ന് വെച്ചാൽ ക്രിസ്തു വിശ്വാസികളല്ലാത്ത പുറത്തുള്ള ആളുകളോട് ഇറങ്ങി വഴി പോകുന്ന ഒരാളോട് ചോദിച്ചേ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറയും ഞങ്ങൾ വിശ്വസിക്കുന്നു. നാസ്തികനല്ലാത്ത നിരീശ്വരവാദി അല്ലാത്ത ഏതൊരാളും പറയും ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. ആ വിശ്വാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഇതൊരു നടക്കാത്ത കാര്യമൊന്നുമല്ല, നടന്നൊരു കാര്യമാണ്. എൻ്റെ കൺമുന്നിൽ നടന്നൊരു കാര്യമാണ്. ഒരു സനസഭയിൽ, എവിടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സനസഭയിൽ ഒരു യൗവനക്കാരനായിരിക്കുന്ന സഹോദരൻ, അദ്ദേഹം കത്രിമേശ എടുക്കുന്നില്ല, തിരുവത്താഴത്തിൽ നിന്ന് പങ്കാളിയാകുന്നില്ല. അങ്ങനെ 3-4 ആഴ്ചകളോളമായി. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സഭയിലെ മൂപ്പന്മാരിൽ ഒരു സഹോദരൻ വന്നിട്ട് ഈ സഹോദരനോട് പറഞ്ഞു, ബ്രദറിന്റെ പ്രശ്നം എന്താണെങ്കിലും പോയി അത് പരിഹരിച്ചിട്ട് വന്ന് അടുത്ത ആഴ്ച കത്രിമേശ എടുക്കണം. ആ പ്രശ്നം എന്താണെങ്കിലും പരിഹരിച്ചിട്ട് വന്ന് കത്രിമേശ എടുക്കണം എന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ ഞാനിങ്ങനെ അടുത്തുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരാളല്ല, അതെനിക്ക് താല്പര്യമില്ല. എങ്കിലും അടുത്ത് നിന്ന് കേട്ടത് കൊണ്ട് ഞാനിങ്ങനെ ഈ യൗവനക്കാരനായ സഹോദരനോട് ചോദിച്ചു, ബ്രദറെ എന്താ പ്രശ്നം, എന്താണ്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം അതിന് തുനിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തുറന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ പറഞ്ഞോളൂ, എന്താണ് സംശയം, എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ എനിക്കൊരു വലിയ സംശയമുണ്ട്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വളരെ സംശയമാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വളരെ സംശയമാണ്. അപ്പോൾ നോക്കണം, അദ്ദേഹത്തിന് ഏകദേശം 10-35 വയസ്സ് മേളിലുണ്ട്. അപ്പം ആ സഹോദരൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞ് 15 വർഷത്തിലധികമായി കത്രിമേശ എടുത്തു വരികയാണ്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വിവാഹവും കഴിച്ച് കുടുംബജീവൻ നയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പറയുകയാണ് ദൈവം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇത് നടന്നത് അങ്ങ് അമേരിക്കയിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ സനസഭകളിലൊക്കെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, നമ്മുടെ സനസഭയിലുള്ള അനേക പ്രിയപ്പെട്ട അല്ലെങ്കിൽ ചില പ്രിയപ്പെട്ടവരൊക്കെയും ഇതുപോലും ബോധ്യമില്ലാതെ സഭയിൽ വന്നിരിപ്പുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ അതിന് വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതൊരു വാസ്തവമാണെങ്കിലും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് ആ വിവാഹവും കഴിച്ചു അല്ലെങ്കിൽ കത്രിമേശയും എടുത്ത് വർഷങ്ങളായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നതും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ആ പറഞ്ഞിരിക്കുന്നത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല, അതും ഒരു ചിന്തയായിട്ട് നമ്മൾ ഇരിക്കണം. സഭകൾക്കുള്ള ഒരു വലിയ ഭാരം കൂടെയാണ്, സനസഭകൾക്കുള്ള വലിയൊരു ഭാരം കൂടെയാണത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി മടങ്ങി വരാം. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം? അത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച തുടരാം. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അതിന്റെ ആശയം എന്താ? ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതല്ല അവിടെ, അല്ലെ? അത് സാമാന്യ ബോധമുള്ള അത് ഭാഗം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാം. പിന്നെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഹി ഹു കംസ് ടു ഗോഡ് മസ്റ്റ് ബിലീവ് ദാറ്റ് ഹി ഈസ്. ദൈവം എന്ന് വെച്ചാൽ ദൈവമുണ്ട്, ദൈവം എപ്പോഴും ഉണ്ട്. ചേർത്ത് വെച്ച് പറഞ്ഞാൽ ദൈവം എപ്പോഴുമുണ്ട്, എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഹി ഈസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ് മീ. ദൈവം എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം
സർവവ്യാപിയായിരിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയല്ലേ, സർവവ്യാപിയാണ് ദൈവം. ഇത് വിശ്വസിക്കണം. ഞാൻ പറയട്ടെ, ബ്രദറുകാരായിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളൊന്ന് പറയാമോ? എല്ലാവരും പറയും. ഇനി ക്ലാസ് എടുക്കുന്ന സഹോദരന്മാരോടൊക്കെ, ബ്രദറെ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യം, ഏത് വിഷയമാണ് എടുക്കേണ്ടത്? ദൈവത്തിന്റെ പകരപ്പെടുന്ന സ്വഭാവങ്ങൾ എടുക്കണോ, പകരപ്പെടാത്ത സ്വഭാവ സവിശേഷതകൾ എടുക്കണോ, ഏതാ പഠിപ്പിക്കേണ്ടത്? നമുക്കിതൊക്കെ നന്നായിട്ട് അറിയാം. ദൈവത്തിന്റെ സ്വഭാവം, ദൈവം സർവ്വവ്യാപിയാണോ എന്ന് അറിഞ്ഞോ ഇല്ലയോ എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാമോ എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അറിഞ്ഞതുകൊണ്ടായില്ല, ഇത് വിശ്വസിക്കണം. നമ്മുടെ ബ്രെയിനിൽ ഇരുന്നിട്ട് കാര്യമില്ല, ബുദ്ധിയിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇത് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ഇടവരണം. വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുമെങ്കിൽ പറയട്ടെ, പ്രിയരേ, ഒരുപക്ഷെ നാം എവിടെല്ലാം ആയിരുന്നാലും നമ്മെ എല്ലാം ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഈ ബോധ്യമില്ലാതെ വന്നതുകൊണ്ടല്ലേ, ഈ വിശ്വാസം ഇല്ലാതെ വന്നതുകൊണ്ടല്ലേ നമ്മുടെ യോഗങ്ങളൊക്കെ ചത്തയോഗങ്ങളായി തീരുന്നത്, നമ്മുടെ ഇടപാടുകളൊക്കെ വളരെ മോശമായി തീർന്നിരിക്കുന്നത്, നമ്മുടെ സംസാരങ്ങളൊക്കെ വളരെ മോശമായി തീർന്നിരിക്കുന്നത്. എന്താ? ദൈവാവബോധമില്ല. എന്നെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ തനിച്ചായിരുന്നാലും, വീട്ടിലായിരുന്നാലും, സഭയിലായിരുന്നാലും, ജോലി സ്ഥലത്തായിരുന്നാലും, എവിടെയായിരുന്നാലും ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു വിശ്വാസം, ഈ ഒരു ബോധ്യം, ഈ ഒരു ദൈവാവബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാറ്റമുണ്ടാവും. എല്ലാ മേഖലകളിലും മാറ്റം. നമ്മുടെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ സഭായോഗങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകും, നമ്മുടെ വീട്ടിലെ ഇടപാടുകളിൽ വ്യത്യാസമുണ്ടാകും, നമ്മുടെ മനോഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകും, നമ്മുടെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടാകും. എന്താ ഉണ്ടാവേണ്ടത്? വിശ്വാസമുണ്ട്. എന്താ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവം കാണുന്നുണ്ട്. വേറെ ആരും കണ്ടില്ലെങ്കിലും എന്നെയാളെ കുറിച്ചുള്ള കുറ്റമൊക്കെ പറഞ്ഞു പരത്തുക. അപ്പൊ ഓർക്കുക, ഇത് ആരും അറിയുന്നില്ല, ഞാനാ പറഞ്ഞുണ്ടാക്കിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇത് നാം വിശ്വസിക്കണം. പ്രിയരേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവം നമ്മെക്കുറിച്ച് നോക്കി പുഞ്ചിരിക്കുവാൻ, സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്ന, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നവരായി നാം തീരണമെന്നുള്ളത്. ആ നിലയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവാണ് നമ്മുടെ മാതൃക. ഒപ്പം നാം ചിന്തിച്ചു, അതിനുള്ള ഒന്നാമത്തെ മാർഗം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം. ദൈവം നമ്മെ എപ്പോഴും നോക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ, സർവ്വവ്യാപിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറായി.